നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. കാര്യസിദ്ധി വരദായിനി എന്നറിയപ്പെടുന്ന സർവമത തീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലയ്ക്കൽ ശ്രീ ലക്ഷ്മീമംഗലം ദേവീക്ഷേത്രത്തിൽ സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനും വാഹന പൂജയ്ക്കുമായി നിരവധി പേരാണ് എത്തിയത്. ക്ഷേത്രമേൽശാന്തി ചേർത്തല എസ് സിബീഷ് തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ओम हरि श्री ग ना पा ता ये ना मा വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികൾക്കായി സൗജന്യമായി പഠനോപകരണ കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പ്രശ്ന പരിഹാരത്തിനായി നിരവധി പേരാണ് മേൽശാന്തിയെ സമീപിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ഭദ്രകാളി അമ്മയ്ക്ക് പുറമെ ഗണപതി, ധാരുവിഗ്രഹം, തമ്പുരാൻ, കരിങ്കാളി, യക്ഷിയമ്മ, നാഗർ എന്നീ ഉപദേവത പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ഇവിടെ വന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യം നടക്കും എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ വിശേഷ ദിവസങ്ങളിലും അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കെന്ന് തനിമ ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം. ക്ഷേത്രമേൽശാന്തി സിബീഷ് ചേർത്തലയാണ്. ഇന്ന് വിദ്യാരംഭം. വളരെയധികം കുട്ടികൾ ഇന്ന് വിദ്യാരംഭം കുറിച്ചു. വാഹന പൂജ, സരസ്വതി പൂജ, വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി എന്നീ പൂജകളെല്ലാം നല്ല ഭംഗിയായി നടന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 നടയാണുള്ളത്. വടക്കോട്ടിരിക്കുന്നത് ഭദ്രകാളിയും കിഴക്കോട്ടിരിക്കുന്ന ദാരുവിഗ്രഹമാണ് ഇരിക്കുന്നത്. അത് എല്ലാ ദിവസവും നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. കിഴക്കൻ നട എന്ന് പറയുന്നത് അവസാന വെള്ളിയാഴ്ച, മലയാള മാസം അവസാന വെള്ളിയാഴ്ചയാണ് തുറക്കുന്നത്. അത് ഉച്ചയ്ക്ക് 12 മണിയാണ്. വിശേഷൽ പൂജ എന്ന് പറയുമ്പോൾ കുങ്കുമാഭിഷേകം, നടകുരിശി പൂജ എന്നീ വഴിപാടുകൾ സ്പെഷ്യലായിട്ട് ചെയ്യുകയാണ്. ആ ദർശനം കാണാനായിട്ട് നിരവധി സംസ്ഥാനം നിന്നുള്ള ഭക്തജനങ്ങൾ അന്ന് ദർശനം നടത്തി പോവുകയാണ്. ആ അമ്മയോട് നമ്മൾ മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ കൊടിയേറി തിരുവാതിര മഹോത്സവത്തോടുകൂടി കൊണ്ടാടുകയാണ്. പ്രതിഷ്ഠാ വാർഷികം മിഥുനമാസത്തിലെ ചിത്തിര നാളിലാണ് വിശേഷൽ പൂജയോടുകൂടി നടത്തപ്പെടുക. ഈ ക്ഷേത്രത്തിലെ മാസവിശേഷം എന്ന് പറയുന്നത് മലയാള മാസം 1-ാം തീയതി മഹാഗണപതി ഹോമം, വിശേഷൽ പൂജയും എല്ലാ മാസവും ആയില്യ പൂജ, നൂറുംപാല്, തളിച്ചോട് എന്നീ വഴിപാട് നാഗർക്ക് നടത്തുന്നു. ശക്തി സ്വരൂപണയായ അമ്മയുടെ തൃപ്പാദങ്ങൾ കൊണ്ട് ഈ പ്രദേശം ഐശ്വര്യ അനുഗ്രഹമായി തീരട്ടെ. അമ്മേ നാരായണ.